സാറേ, യമനിൽ ഇസ്രയേൽ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇറാന് കൊടുക്കാനുള്ള പണിയുടെ ഒരു റിഹേഴ്സലാണോ? അങ്ങനെ ഈ മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേൽ പദ്ധതിയുടെ ഒരു റിഹേഴ്സൽ ആണ് ഇപ്പോൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ആണവ കേന്ദ്രങ്ങൾ പലതും മല തുറന്നിട്ടും ഭൂമിയുടെ അടിയിലുമൊക്കെ ആണല്ലോ. അതെ, ഇറാനിൽ പഴയ പോലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത് എളുപ്പമല്ല, കുറച്ചുകൂടി കൃത്യതയൊക്കെ വേണം. അപ്പോൾ അതിനുള്ളൊരു റിഹേഴ്സലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വ്യാഴാഴ്ച നടന്ന യമൻ ആക്രമണം ഇസ്രയേലിൻ്റെ, അത് 4ാമത്തെ യമൻ ആക്രമണമാണ് ഇസ്രയേലിൻ്റെ. അത് പകലാണ് നടത്തിയത്. അപ്പോൾ ഇനിയൊരു ആണവ നിലയങ്ങൾക്കെതിരായ, ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഇറാനിലെ ആക്രമണം അത് പകലായിരിക്കും എന്നുള്ള സൂചന നേരത്തെ നമ്മൾ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. കാരണം അതിന് അങ്ങനത്തെ ഒരു കൃത്യതയും കാര്യങ്ങളൊക്കെ വേണം. ഹമാസുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സന രാജ്യാന്തര വിമാനത്താവളം, സന തലസ്ഥാനമാണല്ലോ. സന രാജ്യാന്തര വിമാനത്താവളം ആദ്യമായിട്ടാണ് ആക്രമണ പട്ടികയിൽ വരുന്നത്. ആ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിച്ചു യമൻ്റെ തലസ്ഥാനത്ത്. പിന്നെ ഹൊദൈദ, സലിഫ്, റസ്കാനത്തീബ് തുടങ്ങിയിട്ടുള്ള തുറമുഖങ്ങൾ ഇതൊക്കെ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേൽ. പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങളാണിതൊക്കെ. പിന്നെ 2 പവർ സ്റ്റേഷനുകൾ ആക്രമിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് യമനിൽ പവർ കട്ട് വന്നിട്ടുണ്ട്. ഊർജ പ്രതിസന്ധി തരക്കേടില്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ മറ്റേ 80% ഊർജ പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ 2 പൈപ്പ് ലൈനുകൾ ആക്രമിച്ചിരുന്നല്ലോ ഇസ്രയേൽ, അതിനെ തുടർന്നുള്ളത്. ഈ വെള്ളിയാഴ്ച രാവിലെ യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു ഇസ്രയേലിലേക്ക്. ഈ ബാലിസ്റ്റിക് മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് തടഞ്ഞത് മറ്റേ താഡ് സിസ്റ്റം അമേരിക്ക കൊടുത്തിരുന്നത്, അത് പ്രവർത്തനത്തിൽ വന്നു. അതാണ് ഈ ഇന്റർകോണ്ടിനെന്റൽ മറ്റേ ബാലിസ്റ്റിക് മിസൈലിനെ തടഞ്ഞത്. അരമണിക്കൂർ ബെൻഗൂരിയൻ എയർപോർട്ട് ഇസ്രയേലിൽ അടയ്ക്കുകയും ചെയ്തു. ടെൽ-അവീവിൽ ബെൻഗൂരിയൻ എയർപോർട്ട് അടയ്ക്കുകയും ചെയ്തു. ഇറാൻ പൊതുവെ ഇപ്പോൾ ദുർബലമാണ്. വ്യോമ പ്രതിരോധം പൊതുവെ തകർന്നിട്ടുണ്ട്. മിസൈൽ വന്നാൽ പ്രതിരോധിക്കുക, വിമാന ആക്രമണം നടക്കുമ്പോൾ വിമാനങ്ങളെ തടയുക, വെടിവെച്ചിടുക, ഇതൊന്നും ഇറാനിന് സാധ്യമല്ല. കാരണം ഇറാൻ്റെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ച് തകർത്ത് കഴിഞ്ഞു. ആയുധ സംഭരണശാലകൾ, മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനമൊന്നും ഇല്ലിപ്പോൾ. ഇപ്പോൾ പിന്നെ നിഴൽ രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഈ നിഴൽ യുദ്ധം നടത്തുന്ന രാജ്യങ്ങൾ ഇറാന് വേണ്ടിയിട്ട്, പ്രോക്സി. അപ്പോൾ ഈ ഹിസ്ബുള്ള പോലുള്ള സേനകൾ, സിറിയ, ഹമാസ്, ഹൂത്തി, ഇതിലിപ്പോൾ ഹൂത്തിയാണ് നിലനിൽക്കുന്നത്, ബാക്കിയൊക്കെ തകർന്നു കഴിഞ്ഞു. ആ രാജ്യങ്ങളൊക്കെ അപ്പം മൗനത്തിലാണ്. സിറിയ വീണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രംപ് വരികയും ചെയ്യും. അപ്പോൾ ഇറാൻ്റെ കാര്യം കുറച്ചുകൂടി കട്ടപ്പകയാവും. ഇസ്രയേലിനാണെങ്കിൽ അപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ ശുക്രദശ അതാവുന്ന സമയമാണ്. അപ്പോൾ 15 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സുവർണ അവസരമാണ് ഇറാനെ ആക്രമിക്കാൻ എന്നുള്ളതാണ് ഇസ്രയേലിലൊക്കെ വിലയിരുത്തൽ. മൊസാദിൻ്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിട്ടുണ്ട്, ഇറാനെ ആക്രമിക്കാൻ പറ്റിയ അവസരമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഏകോപനം വേണ്ടി വരും അങ്ങനെ ഒരു ആക്രമണത്തിന്, ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം എന്ന് ഇസ്രയേലിൻ്റെ പട്ടാളം IDF പറഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടിയായിട്ട്. അപ്പോൾ ട്രംപൊക്കെ വന്നിട്ട് അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടി
ഇറാനിൽ അത് നടപ്പാക്കാമെന്നാണ് ഇസ്രയേൽ കരുതുന്നത്. അപ്പോൾ നെതന്യാഹു ആണെങ്കിൽ പല തീരുമാനങ്ങളും വൈകിയാണ് എടുക്കുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാന നിമിഷം പലപ്പോഴും പിൻവാങ്ങാറുണ്ട്. ഇപ്പം നസ്രള്ളക്കെതിരായ ആക്രമണം വൈകിയാണ് ചെയ്തത്. പിന്നെ ആ പേജർ ആക്രമണം നേരത്തെ ഉദ്ദേശിച്ചിരുന്നതാണ്, വൈകിയാണ് ചെയ്തത്. ഇപ്പോൾ ഇറാനെതിരെ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ഇപ്പോൾ ആക്രമിക്കണമെന്ന് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത് ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പിന്താങ്ങിയിട്ടുണ്ട്. അതായത് വിദേശ മന്ത്രി മൊസാദിൻ്റെ കൂടെയാണ്. ഇപ്പം നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ശല്യം തീരുമല്ലോ. അതെ, പിന്നെ ഒരുപാട് കാര്യം കഴിഞ്ഞ് വീണ്ടും മൊസാദ് ഇതിനു വേണ്ടി ഇറങ്ങണ്ടല്ലോ. അതാണ് മൊസാദ് നോക്കുന്നത്. ഇപ്പം ചെയ്തു തീർത്തു കഴിഞ്ഞാൽ പിന്നീട് അത്രയും സമാധാനമുണ്ട് എന്നുള്ളതാണ്. വ്യാഴാഴ്ച ഇസ്രയേൽ പട്ടാളം ഈ ഹൂത്തികളെ ആക്രമിച്ച ശേഷം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. IDF ഹൂത്തികളെ ഇപ്പോൾ ആരുടെയെങ്കിലും നിഴലായിട്ടല്ല ഇസ്രയേൽ കാണുന്നത്. സ്വതന്ത്രമായ ഒരു ഭീകര സംഘടനയാണ് ഇന്ന് IDFൻ്റെ ഈ ആക്രമണത്തിന് ശേഷമുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹൂത്തികൾ സ്വതന്ത്ര ഭീകര സംഘടനയാണെന്ന് അതിലൊരു വാചകമുണ്ട്, ഇൻഡിപെൻഡൻറ്റ് എന്നുണ്ട്. അപ്പോൾ ഇറാനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ സ്വതന്ത്രമായിട്ടാണ് അവർ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പട്ടാളം കരുതുന്നത്. അപ്പോൾ ഹൂത്തികളുടെ ആക്രമണം നിർത്താൻ വേണ്ടിയിട്ടല്ല ഇറാൻ്റെ ആണവ നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം വേറെയാണല്ലോ, ഇറാനെതിരെ തന്നെയുള്ളതാണ്. ആ ആണവ ശക്തി തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഹൂത്തികളുമായിട്ട് അതിന് ബന്ധമില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ സ്വതന്ത്രമായ നടപടിക്ക് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ് ഇപ്പോൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മിഡിൽ ഈസ്റ്റ് പല മാധ്യമങ്ങളിലും കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നീണ്ട പറക്കലുകൾ അതിന് വേണ്ടി വരും. പെട്ടെന്നൊരു സ്ഥലത്ത് പോയിട്ട് ആക്രമിച്ചിട്ട് അത് തീർത്ത് തിരിച്ചു വരാൻ ഒക്കില്ല. ഈ മല തുരന്നിട്ടും ഭൂമിയുടെ അടിയിലും ഒക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സുരക്ഷിതമാണ് ഈ ആണവ കേന്ദ്രങ്ങൾ. കുറെ സമയം നീണ്ടു നിൽക്കുന്ന പറക്കലുകൾ വിമാനങ്ങൾക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം വേണ്ടി വരും എന്ന് പറയുന്നത്. 1981-ലും 2007-ലും ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേൽ. 2007 സിറിയൻ ദേർ എസാർ എന്ന് പറഞ്ഞ റിയാക്ടർ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. 1981 ഇറാനിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ കരപ്രദേശത്ത് ഉണ്ടായിരുന്ന റിയാക്ടറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെയാണ്. അതിനുശേഷമാണ് ഇവർ ഈ ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ സേഫായ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഒറ്റ സ്ട്രൈക്കിൽ തീരുന്ന കാര്യമല്ല ഇത്, ഒറ്റ ആക്രമണത്തിൽ തീരില്ല. അങ്ങനെ ഒരു സിംഗിൾ റിയാക്ടറും അല്ല. 9 കേന്ദ്രങ്ങളുണ്ട് ഇപ്പോൾ ഭൂമിക്കടിയിൽ. അമേരിക്കയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നാണ് ഇസ്രയേൽ കരുതുന്നത്. ഇറാൻ്റെ മുകളിൽ കൂടുതൽ പറക്കാനുമൊക്കെ അമേരിക്കൻ വിമാനങ്ങൾക്ക് കഴിയും. കാരണം അടുത്ത് അവർക്കവിടെ താവളങ്ങളൊക്കെ ഉണ്ട്. ഇറാഖിൽ താവളങ്ങളൊക്കെ ഉണ്ടല്ലോ. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുന്നതല്ല ഇനി ഉദ്ദേശം. കാരണം യുറേനിയം ഈ ആണവ ബോംബ് ഉണ്ടാക്കാവുന്ന വിധത്തിൽ എൻറിച്ച് ചെയ്യുക, സമ്പുഷ്ടീകരണം നടത്തുക, അതൊക്കെ ഏതാണ്ട് ഇറാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കേട്ട 60% വരെ ചെയ്തിട്ടുണ്ട്. 90% ആവണമെന്നുള്ള. അപ്പോൾ 60-ൻ്റെയൊക്കെ മുകളിലൊക്കെ വന്നല്ലോ. അപ്പോൾ സമ്പുഷ്ടീകരണം എന്നുള്ളത് ഇനി നിർത്തുക എന്നുള്ള പരിപാടി ഇല്ല. ഇനി ആ ബോംബിലേക്ക് പോകുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ മറ്റേ നിഷ്കരണം തകർത്ത് കളയണം. അതിനുള്ള അവസരമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ സെൻട്രിഫ്യൂജ് പ്ലാന്റ്സ് ഒന്നും അല്ല ഉള്ളത്, ലാബുകളാണ് ഇനിയുള്ള എൻറിച്ച്മെൻറ്റിൻ്റെ ഭാഗത്ത്. ഭൂമിക്കടിയിൽ അതൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് നശിപ്പിക്കണം. അത് സാമാന്യം വലിയ ടാസ്ക്കാണ്. അത് ഇസ്രയേലിന് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പ്രയാസമാണ്.
സാർ നേരത്തെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നടത്തിയ ഒരു പരിശോധനയൊക്കെ നടത്തില്ലോ. അന്ന് പറഞ്ഞ് ഇവരിൽ അതൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് യുറേനിയം മാത്രമാണെന്നൊക്കെ പറഞ്ഞത്. ജൈവ കാര്യങ്ങൾക്കാണ്, കൃഷി കാര്യങ്ങൾ. അതെ അതെ. അപ്പോൾ ശരിക്കും അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇവർ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് അഗ്രികൾച്ചർ സെന്റർ എന്നൊക്കെയാ പേരിടുക പലതിനും. അത് രാജ്യാന്തര ആണവ ഏജൻസി പരിശോധിക്കാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിക്കാത്തത് കൊണ്ടാണ് ഉപരോധങ്ങൾ വന്നത്, അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ. അപ്പോൾ ഖമനയുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ട്രംപ് ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇനി കൂടുതൽ ഉപരോധങ്ങൾ ഇറാനെതിരെ വരാനാണ് സാധ്യത. അപ്പോൾ ഇപ്പം നമ്മൾ അവിടുത്തെ ഊർജ്ജ പ്രതിസന്ധിയെ പറ്റി പറയാറുണ്ട്. 80% വൈദ്യുതിയൊന്നുമില്ല പലയിടത്തും, പിന്നെ എണ്ണ കച്ചവടം നടക്കുന്നില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളും കൊണ്ട് പ്രതിസന്ധിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ താമസിയാതെ, അതായത് ട്രംപ് വരാനായിട്ട് ഇനി കുറച്ച് കാലല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ഇറാനിലെ ഏത് നിമിഷം സംഭവിക്കും, ഏത് ആസന്നമാണ് എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.